പെട്ടെന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തോന്നി. അപ്പോൾ റൂമിൽ മാവൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രോ, ഇവിടെ അടുത്തുള്ള സെൻട്രോ ഡിസ്കൗണ്ട് സെൻറ്ററിൽ പോവുകയാണ്. ഗ്യാരേജ് ഞാനിപ്പോൾ ഫ്ലാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം. ഓക്കെ, പോവാം. എന്തെല്ലാം വാങ്ങി? എത്രയായി? 46 എൻ്റെ മനസ്സിൽ കടവുള്ള ഇത്രയും പൈസ ഞാൻ പൊട്ടിച്ചോ എന്നുള്ള ആക്ഷനാണ്. പിന്നെ സാധനം കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് എൻ്റെ മുഖത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കേരള ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിപ്പീൻ റെസ്റ്റോറൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഇങ്ങനത്തെ ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു നൈസായിട്ടൊരു മസാല ദോശയുടെ മറ്റേ റെസിപ്പി ഉണ്ടാക്കി, ഒരു ചട്നി ഉണ്ടാക്കി. ബാക്കി നിങ്ങൾ കണ്ടോ? മസാല ദോശ കഴിഞ്ഞില്ലേ? അപ്പം ഞാനുണ്ടാക്കിയ റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ മലയാളി ഇല്ലാത്ത റാണയ്ക്കും ഇഷ്ടമായി. അപ്പോൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ കാണാം.